ഹേ ടീം, ഈ സെഷനിൽ നമ്മൾ പൈത്തണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സിമ്പിൾ പൈത്തൺ സ്ക്രിപ്റ്റ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ VS Code ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫയലിൽ വന്നു, ഓപ്പൺ ഫോൾഡർ വന്നു. എന്നിട്ട് ഡിയിൽ വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ എടുക്കാം. അതിൽ ഞാൻ പൈത്തൺ പ്രാക്ടീസിന് വേണ്ടി ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പൈത്തൺ പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, അത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ സെലക്ട് ഫോൾഡർ കൊടുത്തു. അതിലിപ്പോൾ ഒരു ഫയൽസും ഇല്ല, എംപ്റ്റി ഫോൾഡറാണ്. ഓക്കെ, ഇനി ഞാനിവിടെ വന്നിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, sample.py. നോർമലി നമ്മൾ പൈത്തൺ ഫയലിന് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റൻഷൻ py എന്നുള്ളതാണ്. ഇപ്പോൾ ഈ py എന്ന് കൊടുക്കുന്ന സമയം തന്നെ VS Codeന് മനസ്സിലാവും നമ്മൾ എഴുതുന്നത് പൈത്തൺ സ്ക്രിപ്റ്റ് ആണെന്നുള്ളത്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ എക്സ്റ്റൻഷൻ പൈത്തൺ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിന് മനസ്സിലാവും ഇത് പൈത്തൺ ഫയലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പൈത്തൺ എന്നുള്ളതിൻ്റെ ലോഗോയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ വന്നിട്ടൊരു സിമ്പിൾ പ്രോഗ്രാം എഴുതുകയാണ്. നമുക്ക് ഇതിനെ ജസ്റ്റ് ഒരു വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വന്നിട്ട് പ്രിൻ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ട്രിങ് കൊടുത്തു. ഓക്കെ, എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ പഠിക്കും. ഇപ്പം ഞാൻ ഈ ഒരു പ്രിൻ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ഹലോ വേൾഡ് എന്നുള്ള ഡബിൾ കോട്ട്സിനുള്ളിലാണ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് ഇത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടെർമിനലിൽ വരിക, ന്യൂ ടെർമിനൽ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ താഴെ ഒരു ടെർമിനൽ സെക്ഷൻ വരും. ഇങ്ങനത്തെ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ പൈത്തൺ സ്പേസ് പിന്നെ എൻ്റെ ഫയൽ നെയിം, ഞാനിവിടെ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഡിയുടെ വർക്ക് സ്പേസിൽ പൈത്തൺ പ്രാക്ടീസസ് എന്ന് പറയുന്ന ഞാൻ ഈ നിൽക്കുന്ന അതേ ഫോൾഡർ തന്നെയാണ് ഞാൻ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ നിൽക്കുന്നത്. ഓക്കെ, ഞാനിവിടെ നിന്നിട്ട് ടെർമിനൽ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതേ ലൊക്കേഷൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ഇവിടെ വന്നു, എന്നിട്ട് ഞാനിവിടെ ഈ sample.py എന്നുള്ളത് ഞാൻ കമാൻഡ് കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റർ കീ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ കൊടുത്ത ഹലോ വേൾഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇത് നമ്മൾ കൺസോൾ എന്ന് അതിനെ വിളിക്കാം. നമ്മൾ കമാൻഡ് ഇവിടെ തന്നെ കൊടുത്ത് കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ ഈ കൺസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസോളിൽ നമുക്ക് ഹലോ വേൾഡ് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു ഫയലിൻ്റെ കണ്ടൻറ്റ് പൈത്തൺ എന്ന് പറയുന്ന അപ്ലിക്കേഷന് കൊടുത്തു. ഈ അപ്ലിക്കേഷൻ എന്ത് ചെയ്തു, ഇതിൻ്റെ കണ്ടൻറ്റ് ലൈൻ ബൈ ലൈനായിട്ട് റീഡ് ചെയ്തു. ഞാനിവിടെ ഒരു ലൈനും കൂടെ ഞാൻ കൊടുക്കുകയാണ്. ഐ എം ലേണിംഗ് പൈത്തൺ എന്നുള്ളത്. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് അത് സേവ് ചെയ്തു. ഞാൻ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് കാണാൻ പറ്റും. വൈറ്റ് ഡോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ഫയൽ സേവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് S ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫയലിൽ വന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ അത് സേവ് ആവും. സേവ് ആയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾ കൊടുത്തത് പൈത്തൺ സ്പേസ് sample.py എന്നുള്ളത് കൊടുത്തു. നിങ്ങൾക്ക് ഈ കീബോർഡിൽ 4 ആരോക്കെ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ അല്ല. നിങ്ങൾ ഈ അപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് കമാൻഡ്, നിങ്ങൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത ലാസ്റ്റ് കമാൻഡ് നിങ്ങൾക്ക് അവിടെ തന്നെ വരും. എന്നിട്ട് ഒന്ന് എൻ്റർ കീ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന ആദ്യം പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ശേഷം ഐ ആം ലേണിംഗ് പൈത്തൺ എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു. നമ്മൾ ഇവിടെ കൊടുത്ത അതേ ഓർഡർ തന്നെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഈ സ്ക്രിപ്റ്റിനെ sample.py എന്ന് പറയുന്ന ഫയലിൻ്റെ ഉള്ളിലുള്ള സ്ക്രിപ്റ്റിനെ 1 by 1 ആയിട്ട് പൈത്തൺ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നോക്കി കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഒന്ന് കമ്പൈലർ ടൈപ്പും മറ്റൊന്ന് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന, ഒന്ന് ഇൻ്റർപ്രറ്റർ ടൈപ്പും മറ്റൊന്ന് കമ്പൈലർ ടൈപ്പും. ഇങ്ങനെ 2 ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന സിയും C++, ഗോലാങ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അതെല്ലാം കമ്പൈലർ ടൈപ്പിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പൈത്തൺ ജാവാസ്ക്രിപ്റ്റ്, അതേപോലെ PHP, ഇതുപോലെ കുറേ എണ്ണം
വരുന്നത് ഇൻ്റർപ്രറ്റഡ് ടൈപ്പിലാണ് വരുന്നത്. ഇതിൻ്റെ രണ്ടിനും കൂടി ഒരു ഹൈബ്രിഡ് അപ്രോച്ചിൽ വരുന്ന കുറച്ചെണ്ണം വേറെയുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നിങ്ങളൊരു ഷെഫാണ്. അപ്പം നിങ്ങളൊരു പുതിയ ഡിഷ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റെസിപ്പി വരെ നിങ്ങൾ നേരത്തെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ അത് കുക്ക് ചെയ്യാൻ പറ്റും. 2 രീതിയിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് എങ്ങനെയാണ്, അത് കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മുഴുവൻ സാധനങ്ങളും നേരത്തെ റെഡിയാക്കി വെച്ചു. ഇപ്പോൾ അതിന് വേണ്ട ഇപ്പം മസാല പൊടിച്ച് വെച്ചു, അതേപോലെ ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ഉണ്ടാക്കി വെച്ചു, അതേപോലെ ചിക്കനുള്ളത് മസാല പുരട്ടി വെച്ചു, അങ്ങനെയുള്ളതെല്ലാം ഫുള്ളി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ റെഡിയാക്കി വെച്ച സാധനം അങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്താൽ മതി. അതൊരു അപ്രോച്ചാണ്. മറ്റൊരു അപ്രോച്ച് എന്ന് പറയുന്നത്, നിങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ബുക്ക് നോക്കിയിട്ട് ഓരോ ലൈനും നോക്കി, അപ്പം ആദ്യം മസാല എടുക്കുന്നു, എന്നിട്ട് അത് പൊടിക്കുന്നു, എന്നിട്ട് അടുത്തത് ജിഞ്ചർ എടുക്കുന്നു, പിന്നെ ഗാർലിക് എടുക്കുന്നു, എന്നിട്ട് അത് പേസ്റ്റ് ആക്കുന്നു. ഇങ്ങനെ ഓരോന്നും കുക്ക് ചെയ്യുന്ന സമയം തന്നെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 അപ്രോച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ അപ്രോച്ച് എന്ന് പറയുന്നത് കമ്പൈലർ അപ്രോച്ചാണ്. കമ്പൈലർ അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത ഫയൽസിനെ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ആദ്യം ഈ കമ്പൈലർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ പൈത്തൺ എന്ന് പറയുന്ന ഈ കേസിൽ നമ്മുടെ ഈ പൈത്തൺ എന്ന് പറയുന്നത് ഈ പൈത്തൺ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. പൈത്തൺ ടീം തരുന്നൊരു സോഫ്റ്റ്വെയർ ആണത്. അപ്പം ഇപ്പം നമ്മൾ C++ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഷെഫ് ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ട് പിന്നീടാണ് കുക്ക് ചെയ്യുക. ആദ്യം റെഡിയാക്കി വെക്കും, പിന്നീട് കുക്ക് ചെയ്യും. ഈ ആദ്യം റെഡിയാക്കി വെക്കുന്നതിന് നമ്മൾ വിളിക്കുന്നതാണ് കമ്പൈലിംഗ് എന്നുള്ളത്. കമ്പൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടിങ് സോഴ്സ് കോഡ് ടു മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്, നമ്മൾ കൊടുക്കുന്ന ഈ പ്രോഗ്രാം ഡയറക്റ്റ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നതല്ല. ഇതിനെ നമ്മുടെ കമ്പ്യൂട്ടറിന് പ്രോസസ്സറിന് ഒരിക്കലും ഈ പ്രിന്റ് ഹലോ വേൾഡ് ഒന്നും മനസ്സിലാവില്ല. ഇതിനെല്ലാം കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി ബൈനറി ലാംഗ്വേജ് ഉണ്ട്. ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യും 1ഉം മാത്രം വെച്ചിട്ടാണ്. ഇതേപോലെ നമുക്ക് Hഉം Eയും Lഉം ഒന്നും അതിലുണ്ടാവില്ല. അതിലാകെ എന്തിനെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ 0യും 1ൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന നമ്പറുകളില്ലേ 0 മുതൽ 9 വരെയുള്ളതിനെ നമ്മൾ ഡെസിമൽ നമ്പർ എന്നാണ് പറയുക. അതിൻ്റെ കാരണം അതിന് 10 എണ്ണം ഉണ്ട്. ഡെസി എന്ന് പറയുന്ന 10 നമ്പർ അതിലുണ്ട്, 0, 1, 2 മുതൽ 9 വരെയുള്ള. അപ്പോൾ ആ 10 നമ്പർ വെച്ചിട്ട് നമുക്ക് അക്കങ്ങൾ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബൈനറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ 0യും 1ഉം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. 000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 001 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ, 00111 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്പർ. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നാട്ടിൽ പോയി, ആ നാട്ടിലുള്ള ആളുകൾക്ക് മലയാളം അറിയില്ല, പിന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർ സംസാരിക്കുന്ന ഭാഷയെ അറിയില്ല. അപ്പം നിങ്ങൾ ഒരു കോഡ് ഭാഷ കണ്ടെത്തുകയാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരു ദ്വീപിലാന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ മണലിൽ പോയിട്ട് ഒരു ഹാഷ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് വെള്ളമാണെന്നുള്ളതാണ്. ഓക്കെ, ഒരു ഹാഷ് എഴുതി കഴിഞ്ഞാൽ വെള്ളമാണെന്നുള്ളത്, 2 ഹാഷ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഭക്ഷണമാണെന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ ഇതാക്കാൻ വേണ്ടി നിങ്ങളൊരു കോഡ് ഭാഷ കണ്ടെത്തുകയാണ്. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹാഷും ഡോളറും മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കോമ്പിനേഷൻ വെച്ചിട്ട് നിങ്ങൾ പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ഫൈനലി നമുക്ക് ചെയ്യാൻ പറ്റും അല്ല. ഇപ്പോൾ ഒരു ഹാഷും ഒരു ഡോളറും പിന്നെ ഒരു ഹാഷും കൊടുത്താൽ അതിനൊരു മീനിങ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ 2 ഹാഷും പിന്നെ 2 ഡോളറും കൊടുത്താൽ വേറെ മീനിങ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ വെച്ചുകൊണ്ട് പല കോമ്പിനേഷൻസിലാക്കിയിട്ട് നമുക്ക് ഏതിനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ശരിക്കും നമ്മൾ ബൈനറി ഫോം, കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിനാണെങ്കിലും മെമ്മറിക്കാണെന്നുണ്ടെങ്കിലും ബൈനറി അതിന് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന സ്ട്രിങ്ങും അതേപോലെയുള്ള ഹൈ ലെവലായിട്ടുള്ള സിമ്പിൾസൊന്നും അതിന് മനസ്സിലാവില്ല. അപ്പോൾ ബേസിക്കലി അതിനെല്ലാം കൺവേർട്ട് ചെയ്യുന്നത് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ആക്കിയിട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷെഫ് എന്ത് ചെയ്യാണ്, പിന്നെ വേണ്ട സാധനങ്ങൾ ആദ്യം തന്നെ ഈ നേരെ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ട് വെക്കുകയാണ്. അതേപോലെ നമ്മൾ ഇവിടെ സോഴ്സ് കോഡിനല്ല, നമ്മൾ എഴുതുന്ന കോഡ് കംപ്ലീറ്റ് ആയിട്ടും, നമ്മൾ എഴുതുന്ന കോഡിനാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഈ സോഴ്സ് കോഡ് കംപ്ലീറ്റ് ആയിട്ടും
മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ വെക്കും. എന്നിട്ട് കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, പിന്നെ എന്നിട്ട് നമ്മൾ എക്സിക്യൂട്ട് കമ്പൈൽ, ഇതിനെ നമ്മൾ കമ്പൈൽഡ് കോഡ് എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മെഷീൻ കോഡ് എന്ന് പറയുന്ന ആ കോഡിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ കൺവേർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ഈ കമ്പൈലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, ഇപ്പം C++ ആണെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന CPP കമ്പൈലർ ഉണ്ടാവും, സീൻ്റെ കമ്പൈലർ ഉണ്ടാവും. ഇതേപോലെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഗോലാങ്ങിൻ്റെ കമ്പൈലർ ഉണ്ട്. ഇങ്ങനെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഇതേപോലെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പൈലർ ഉണ്ടാവും. ആ കമ്പൈലർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റർപ്രറ്റർ ടൈപ്പാണ്. ഇങ്ങനെ ഇന്റർപ്രറ്റർ ടൈപ്പ് എന്ന് പറയുന്നത് ഇതിൽ ശരിക്കും നമ്മൾ രണ്ടാമത്തെ അപ്രോച്ചാണ്. ഷെഫ് ആദ്യം തന്നെ ഒന്നും റെഡിയാക്കി വെക്കുന്നില്ല, നേരെ ഫയൽ എടുക്കുന്നു, ബുക്ക് എടുക്കുന്നു, എന്നിട്ട് ആദ്യത്തെ ലൈൻ റീഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനെന്താണോ വേണ്ടത് അത് ചെയ്യുന്നു, രണ്ടാമത്തെ ലൈൻ റീഡ് ചെയ്യുന്നു. അപ്പോൾ രണ്ടിനും അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ട്. ഇതിൻ്റെ ഈ കമ്പൈലിംഗ് അപ്രോച്ചിൻ്റെ പ്ലസ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഫാസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ബാക്കി സാധനങ്ങളെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചതാണ്, അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ നേരത്തെ റെഡിയാക്കി വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കമ്പൈലേഷൻ ടൈം. അപ്പോൾ ഈ കമ്പൈൽ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും, അത് നേരത്തെ ടൈം എടുക്കും. പക്ഷെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയമാകുമ്പോൾ അത് കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്നുള്ളത് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ പൈത്തണും അതേപോലെ PHPയും ജാവാസ്ക്രിപ്റ്റുള്ള ഇന്റർപ്രറ്റർ ടൈപ്പാണ്. ഇന്റർപ്രറ്റർ ടൈപ്പ് എന്ന് പറയുന്നതിൽ ഒന്നും നേരത്തെ റെഡിയാക്കി വെക്കുന്നില്ല. എപ്പോഴാണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ലൈൻ റീഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഓരോ ലൈനും വെച്ചിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു, അടുത്ത നെക്സ്റ്റ് ലൈൻ എടുക്കുന്നു, കൺവേർട്ട് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കേസിൽ ഒന്നും നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുന്നില്ല. നമുക്ക് എപ്പോഴാണോ നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മൾ ഓരോന്നും എടുത്ത് കൺവേർട്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ എക്സിക്യൂഷൻ ടൈം കുറച്ച് സ്ലോ ആണ്. കാരണം ഇതിനെ ആദ്യം കൺവേർട്ട് ചെയ്യണം, എന്നിട്ടേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് നേരത്തെ കമ്പൈലേഷന് വേണ്ടി ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സോഴ്സ് കോഡ് നമ്മൾ ഏത് കമ്പ്യൂട്ടറിലാണോ കൊണ്ടുപോകേണ്ടത് അതിന് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയിടാൻ പറ്റും. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ തന്നെ എന്ത് ചെയ്തോളും, കൺവേർട്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്തോളും. ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ C++നും C കോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് എടുത്ത് വെക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടിനും അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൈത്തൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുള്ള രണ്ടാമത്തെ ടൈപ്പാണ്, ഇന്റർപ്രറ്റർ ടൈപ്പാണ്. അപ്പോൾ പൈത്തൺ ഇന്റർപ്രറ്റർ ആണ് ഇത്. അപ്പോൾ ഇന്റർപ്രറ്റർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, sample.py എന്ന് പറയുന്ന ഫയൽ കൊടുക്കുന്നത്. ആ ഫയൽ എന്ത് ചെയ്യും, അതിലുള്ള ലൈൻ ബൈ ലൈൻ ഓരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു ലൈന് കണ്ടു, പിന്നെ ഈ ഒരു ലൈന് കണ്ടു, ഇങ്ങനെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പൈലേഷൻ എന്താണ്, ഇന്റർപ്രിറ്റേഷൻ. കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ടിംഗ് സോഴ്സ് കോഡ് ഇൻടു മെഷീൻ ലാംഗ്വേജ്, അതിനാണ് നമ്മൾ കമ്പൈലേഷൻ എന്ന് പറയുന്നത്. അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയറിനാണ് നമ്മൾ കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പോൾ C-ൻ്റെ കമ്പൈലർ ഉണ്ട്, C++ൻ്റെ കമ്പൈലർ ഉണ്ട്. അതേപോലെ ഇന്റർപ്രിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോഡ് ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഇപ്പം പൈത്തൻ്റെതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പൈത്തൺ കമ്പൈലറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അടുത്ത സെഷനിൽ നമ്മൾ പൈത്തൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കും. ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കമ്പൈലറും ഇന്റർപ്രിറ്ററും എന്ന് പറയുന്നത്.